പോലീസിൽ ഭാരവാഹിയായതിന് വേട്ടയാടൽ നേരിട്ടുവെന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അസോസിയേഷൻ മുൻ ഭാരവാഹി GR അജിത്തിന്റേതാണ് ഈ കുറിപ്പ്. ഇടത് സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രതികാരമുണ്ടായി എന്നതാണ് പോസ്റ്റിന്റെ കാതൽ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അസോസിയേഷൻ നേതാവാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കിയെന്നും വകുപ്പുതല അന്വേഷണം നേരിട്ടുവെന്നും പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഈ GR അജിത്ത് നേരത്തെ UDF സർക്കാരിന്റെ കാലത്തൊക്കെ പോലീസ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. എങ്ങനെ വേട്ടയാടപ്പെട്ടു എന്നതാണ് ഈ പോസ്റ്റ്. ഇപ്പോൾ വരാനുള്ള സാഹചര്യം എന്താണ്? രതീഷ്, കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരള പോലീസിൽ പുകച്ചിലും മുറുമുറുപ്പും ഒപ്പം തന്നെ പോലീസ് അസോസിയേഷനും മുൻ DGPമാരും തമ്മിലുള്ള വാക്പോരും ഒക്കെ തുടരുകയാണ്. എല്ലാം ഫേസ്ബുക്കിലാണ്. അതിനിടയിലാണ് മുൻ പോലീസ് അസോസിയേഷന്റെ ഭാരവാഹിയായ GR അജിത്തിന്റെ ഒരു പോസ്റ്റ് കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് 2011-16, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അസോസിയേഷൻ ഭാരവാഹിയായിരുന്നു. അന്ന് ഭാരവാഹിയായിരുന്നതിന്റെ ഒരു രാഷ്ട്രീയ പ്രതികാരം എന്ന നിലയിൽ താൻ വേട്ടയാടലിന് ഇരയായി തന്റെ പേരിൽ കെട്ടിച്ചമച്ച കേസുകളുണ്ടായി, വകുപ്പുതല അന്വേഷണം ഉണ്ടായി എന്നൊക്കെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് തെന്മല പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കാലത്ത് ട്രാൻസ്ഫർ ആക്കപ്പെട്ടു. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവിന്റെ തന്നെ അടിസ്ഥാനത്തിൽ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം ഉത്തരവ് പുറത്തിറങ്ങിയത്. അപ്പോൾ തെന്മല പോലീസ് സ്റ്റേഷനിൽ നിന്ന് യാത്രയയപ്പ് അല്ലെങ്കിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി എന്നറിയിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരുന്നത്. അതിലാണ് ഈ അസോസിയേഷൻ ഭാരവാഹിയായതിന്റെ പേരിൽ, പ്രത്യേകിച്ച് UDFന്റെ കാലത്ത് അസോസിയേഷൻ ഭാരവാഹിയായതിന്റെ പേരിൽ തനിക്ക് രാഷ്ട്രീയമായ തിരിച്ചടികൾ നേരിട്ടു, വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ രീതിയിലുള്ള ഒരു പോസ്റ്റും കൂടെ അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഏതായാലും പോലീസിനുള്ളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളും പുകച്ചിലുകളും തുടരുകയാണ്. അതിനൊപ്പം തന്നെ മുൻ DGPമാരും DGP TP സെൻകുമാർ അടക്കമുള്ളവർ അവരുടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ സംബന്ധിച്ചുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്.